റേഷൻ ടോക്സിന് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ടർബോ നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന മമ്മൂട്ടി കമ്പനിയുടെ 5ാമത്തെ സിനിമയായിട്ടുള്ള ടർബോ. മമ്മൂട്ടി, മിഥുൻ മാനുവൽ തോമസ്, വൈശാഖ്. അതായത് നമുക്ക് ഈ ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്ന് പല പ്രാവശ്യം പലയിടത്തും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. മമ്മൂക്കയെ കുറിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ ഈ സിനിമ നമ്മൾ കണ്ടു കഴിയുമ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വാക്കിൻ്റെ അർത്ഥം ശരിക്കും നമുക്ക് മനസ്സിലാവും. അത്രയും ഗംഭീരമായിട്ട്, അതായത് മമ്മൂക്ക തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഇടിയോടിടി പടമാണ്. അതായത് അത് ഇടിയോടിടി പടം എന്ന് വേണം എന്ന് പറഞ്ഞ ആളോട് മമ്മൂക്ക തന്നെ പറഞ്ഞിട്ടുണ്ട് ഇടിയോടിടി പടം തരാമെന്നുള്ളത്. അത്തരത്തിലുള്ള ഒരു ഗംഭീര പടം. അതായത് ഇതിനകത്ത് ഫൈറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഗംഭീരമായിട്ടുള്ള ഫൈറ്റുകൾ. അതായത് 73 വയസ്സാകാൻ പോകുന്നത്, ഇപ്പോൾ 72 വയസ്സുള്ള ഒരു മനുഷ്യനാണ് ഈ ചിത്രത്തിനകത്ത് ഫൈറ്റ് ചെയ്യുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതപ്പെട്ടു പോകും. നമുക്കിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രായവും കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് നമ്മൾ ഒരു പക്ഷേ നമുക്കറിയാം ഇദ്ദേഹത്തിന് ഈ പ്രായം ആയിട്ടുണ്ടെന്നുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു മറ്റെവിടെങ്കിലുമാണ് ഈ സിനിമ പ്രദർശിപ്പിക്കുന്നതെങ്കിൽ മമ്മൂക്കയുടെ പ്രായം അറിയാത്ത ആൾക്കാർ ഒരിക്കലും അദ്ദേഹത്തിന് ഒരു 72 വയസ്സുണ്ടെന്ന് വിശ്വസിക്കാത്ത രീതിയിലുള്ള അതിഗംഭീരമായിട്ടുള്ള ഫൈറ്റ്, പ്രത്യേകിച്ച് ഇതിനകത്ത് ക്ലൈമാക്സ് ഫൈറ്റ്, ആ പോലീസ് സ്റ്റേഷൻ ഫൈറ്റ്, ബസ് ഫൈറ്റ്, എല്ലാ ഫൈറ്റും അതിഗംഭീരമായിട്ട്. കാര്യം ഇത്തരത്തിലുള്ള ഒരു സിനിമ എങ്ങനെ പറഞ്ഞു പോകണമെന്ന് വൈശാഖിനും മിഥുൻ മാനുവൽ തോമസിനും അറിയാം. അവരോടൊപ്പം ഈ പറഞ്ഞ മമ്മൂട്ടി കമ്പനി തന്നെ, അതായത് മമ്മൂട്ടി കമ്പനി തന്നെ ഈ സിനിമ ഏറ്റെടുത്തതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ സിനിമയുടെ വാണിജ്യപരമായിട്ടുള്ള ഒരു കച്ചവടം എങ്ങനെ നടക്കും, എങ്ങനെ ബിസിനസ് നടത്താമെന്ന് മമ്മൂട്ടി കമ്പനിക്കും അറിയാവുന്നതുകൊണ്ടാണ് തീർച്ചയായിട്ടും മമ്മൂക്ക തന്നെ ഈ സിനിമ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചതെന്ന് നമുക്ക് ഈ സിനിമ കാണുമ്പം അറിയാം. കാര്യം ഇപ്പം അജഗജാന്തരം പോലുള്ള അല്ലെങ്കിൽ തല്ലുമാല പോലുള്ള ഇങ്ങനെയുള്ള കുറേ സിനിമകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, അതായത് ഫൈറ്റിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള കുറേ സിനിമകൾ നമ്മൾ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്നൊക്കെ ഇത് വ്യത്യസ്തമാകുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന, അല്ലെ മമ്മൂക്ക എന്ന് പറയുന്ന ഒരു താരം, അത് സൂപ്പർ സ്റ്റാർ. അതായത് ഈ സിനിമ തുടങ്ങി കുറച്ചങ്ങോട്ട് കഴിഞ്ഞു കഴിയുമ്പം മമ്മൂക്കയുടെ ആദ്യത്തെ ഫൈറ്റോളം വരുമ്പോഴത്തേക്ക് തന്നെ എഴുതി കാണിക്കുന്നതാണ് മെഗാസ്റ്റാർ ഷോ എന്ന് എഴുതി കാണിക്കുന്നത്. സത്യമാണ്, ആ മെഗാസ്റ്റാർ ഷോ അവിടെ തുടങ്ങിയാണ്. അതായത് ആദ്യത്തെ ആ ഒരു പള്ളിപ്പറമ്പിൽ നടക്കുന്ന ആ ഒരു ഫൈറ്റിലൂടെ തുടങ്ങിയാണ് മെഗാസ്റ്റാർ ഷോ തന്നെ ഈ പടത്തിനകത്ത്. കാര്യം അത്രയും അതിഗംഭീരമായിട്ടാണ് മമ്മൂക്ക ഈ സിനിമയ്ക്കകത്ത് എടുത്തിരിക്കുന്നത്. മമ്മൂക്കയായാലും അഞ്ജന ജയപ്രകാശ് ആണെങ്കിലും എല്ലാവരും നന്നായിട്ടുണ്ട്. ബിന്ദു പണിക്കരാണെങ്കിലും, അതായത് കുറച്ച് നേരെ ഉള്ളെങ്കിൽ പോലും നമുക്കറിയാം ഇപ്പം ജോണി ആന്റണി, അങ്ങനെയുള്ള കുറേ നമുക്കറിയാവുന്ന കുറേ ആർട്ടിസ്റ്റുകൾ, ശബരീഷ് വർമ്മയെ പോലുള്ള ആൾക്കാരൊക്കെ ഈ സിനിമയ്ക്കകത്തുണ്ട്. പക്ഷേ ഇപ്പം ഈ സിനിമ തന്നെ നമുക്ക് എല്ലാ സിനിമയ്ക്കകത്തും ഒരു സെക്കൻഡ് പാർട്ടിനുള്ള കാര്യങ്ങൾ അവശേഷിപ്പിക്കുന്നത് പറഞ്ഞ കണക്ക് ഈ സിനിമയും ഈ പൂർണ്ണമാകുന്നത് ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടിനുള്ള സൂചന നൽകിക്കൊണ്ട്, അതായത് മറ്റൊരു പ്രധാനപ്പെട്ട താരത്തിൻ്റെ വോയിസിൽ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടിനുള്ള സൂചന തന്നുകൊണ്ട് ഈ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇവിടെ അവസാനിക്കുന്നത്. കാര്യം എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവത്തില്ല. പ്രത്യേകിച്ച് ആ ക്ലൈമാക്സ് ഫൈറ്റ് കണ്ടു കഴിയുമ്പം എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ തിയേറ്ററിൽ പോയിട്ട് വളരെ അച്ചടക്കത്തോടുകൂടി സിനിമ ഇരുന്ന് കാണുന്ന ആൾക്കാരാണെങ്കിൽ പോലും അവർക്കൊരു നിമിഷം തോന്നും ഒന്ന് കൈയടിക്കണമെന്നുള്ളത്, ഒന്ന് കൈയടിക്കണമെന്നോ ആർപ്പ് വിളിക്കണമെന്നോ. കാര്യം അതുപോലുള്ള ഗംഭീരമായിട്ടുള്ള ഒരു ക്ലൈമാക്സ് ഫൈറ്റാണ് ഈ സിനിമയ്ക്കകത്ത് ഒരുക്കിയിരിക്കുന്നത്. കാര്യം എന്താണ് അതിനകത്ത് ഈ മമ്മൂക്കയുടെ കൈയും കാലും ചലിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഗംഭീരമായിട്ടാണ്. എത്ര പറഞ്ഞാലും മതിയാകത്തില്ല. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് അച്ചടക്കത്തോടുകൂടി സിനിമ കാണണമെന്ന് വിചാരിക്കുന്ന ചില ആൾക്കാർ നമ്മൾ ഈ കൈയടിക്കണമെന്ന് തോന്നിയാലും ആഗ്രഹം ചിലപ്പം മാറ്റി വെച്ചെന്നിരിക്കും. പക്ഷേ മറ്റുള്ള പ്രേക്ഷകർ, അതായത് കൈയടിച്ച് സിനിമയെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വിരുന്ന് തന്നെയാണ് ഇതിനകത്ത് ക്ലൈമാക്സ് ഫൈറ്റ് എന്ന് പറയുന്നത്. എല്ലാ ഫൈറ്റും, ഒരു ഫൈറ്റിനെ നമുക്ക് ഇതിനകത്ത് മാറ്റി നിർത്താൻ പറ്റത്തില്ല, അത്രയും ഗംഭീരമായിട്ടുള്ള ഫൈറ്റ്. എന്തായാലും മമ്മൂട്ടി കമ്പനിയുടെ അല്ലെങ്കിൽ ഈ വർഷത്തെ ഏറ്റവും വലിയൊരു വിജയം, അതായത് ഈ വർഷം ഇതുവരെ നേടിയിട്ടുള്ള സിനിമകൾ എനിക്ക് തോന്നുന്നു മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ 200 കോടി 200+ ആണ് വിചാരിക്കുക അതിൻ്റെ ഒരു നേടിയിട്ടുള്ളത്. ആ കളക്ഷൻ റെക്കോർഡുകൾ തീർച്ചയായിട്ടും മറികടക്കാനുള്ള എല്ലാവിധ സാധ്യതയും. കാര്യം ഏതാണ്ട് 700 ലൊക്കേഷനുകളിലോ മറ്റോ ആണ് ഈ സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത്. അതായത് രാജ്യവ്യാപകം അല്ലെങ്കിൽ ലോകവ്യാപകമായിട്ട് ഏറ്റവും വലിയ രീതിയിലുള്ള ഒരു റിലീസാണ് ഈ സിനിമയ്ക്ക് ഒരുക്കിയിരിക്കുന്നത്. ഇന്നത്തെ വേൾഡ് വൈഡ് കളക്ഷൻ എനിക്ക് തോന്നുന്നു ഒരു 20 കോടി എന്നുള്ള ഒരു മലയാള സിനിമ നേടിയിട്ടുള്ള ഫസ്റ്റ് ഡേ 20 കോടി എന്ന് പറയുന്ന കളക്ഷൻ റെക്കോർഡ് മറികടക്കാനുള്ള എല്ലാവിധ സാധ്യതയുണ്ട് ഈ കോരിച്ചൊഴിയുന്ന മഴയത്ത് പോലും ഈ സിനിമയ്ക്ക്. കാരണം അത്രയും ഗംഭീരമായിട്ടുള്ള ഫൈറ്റ് സീക്വൻസുകൾ ഉണ്ടാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ ഒരുക്കിയിരിക്കുന്ന ഒരു സിനിമയാണ് ടർബോ. എന്തായാലും മമ്മൂട്ടി കമ്പനിയുടെ 5ാമത്തെ സിനിമയും വിജയമായി തീരുന്നതിന് അല്ലെങ്കിൽ വലിയ വിജയത്തിലേക്ക് പോകുന്നതിന് അഭിനന്ദനങ്ങൾ. താങ്ക് യു.